അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ദേശീയപാതയിൽ കണ്ടോത്ത് മുക്കിൽ ഒരു ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അയാളുടെ അനുമതിയോടുകൂടി ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കുകയാണ് ചെയ്തത്. അപ്പം അതിന്ന് ഉച്ചയോടുകൂടി പൂർത്തിയായതാണ്. പക്ഷെ പിന്നീട് സ്ഥലമുടമ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, അതൊന്ന് ഒഴിവാക്കി തരണം, എനിക്ക് നേരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം മൂലം മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നേയില്ല. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ നിർമ്മിച്ച ഓഫീസ് പൊളിച്ചു മാറ്റുകയായിരുന്നു. ഞാൻ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചത് മുതൽ എനിക്കെതിരെ വലിയ രീതിയിലുള്ള കള്ളപ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തുടരുകയാണ്. വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലയിലേക്കുൾപ്പെടെ നടത്തിയിരുന്നു, ഇപ്പോഴും അത് തുടരുകയാണ്. അതിലൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ LDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുമ്പോൾ അതിലും നേതാക്കന്മാർ നട്ടാൽ മുളക്കാത്ത കളവ് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന വിവരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഒരു നേതാവ് പ്രസംഗിച്ചത് പ്രമുഖ സാഹിത്യകാരൻ ടി പത്മനാഭനെ ഞാൻ കാണാൻ പോയി എന്നും അദ്ദേഹം എന്നെ അവഹേളിച്ചു വിട്ടു എന്നുമാണ് പ്രസംഗിച്ചത്. ഞാൻ ഈ നിമിഷം വരെ ടി പത്മനാഭനെ കാണാൻ പോവുകയോ ടി പത്മനാഭനുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പം ഇല്ലാത്ത കാര്യങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന ആലോചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ച വ്യക്തിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ നാടെങ്ങോട്ടാണ് പോകുന്നത് എന്ന് വളരെ ഗൗരവമായി ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് ജനങ്ങളുടെ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അവസരമാണ്. ആ ജനാധിപത്യം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക്, ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് ഈ നാടിനെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഫിയ സംഘം തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന നിലയിലേക്ക്, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകിച്ച് LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിയന്ത്രിക്കുന്ന നിലയിലേക്ക് പയ്യന്നൂരിൽ കാര്യങ്ങൾ മാറുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാൻ ഇന്നേ വരെ നേതൃത്വം സന്നദ്ധമായിട്ടില്ല. അത് സാധിക്കാത്തത് കൊണ്ടാണ് ഈ നിലയിലുള്ള നടപടികൾ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് അവർ പിന്തിരിയണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ.